ലോക കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എസ് എ ലാലേട്ടൻ ഫാൻ എങ്ങനെയാണ് ഹൃദയപൂർവ്വം കാണാണ്ടിരിക്കുക. അപ്പോൾ വീണ്ടും സൺഡേ ഉറക്കമൊക്കെ കഴിഞ്ഞ് നേരെ ദുബായ് മോളിൽ വന്നിരിക്കുകയാണ്. നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ കിട്ടണേക്കാളും വേറെ തന്നെ വൈബാട്ടോ പുറത്തിറങ്ങുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ ഡിപ്രഷൻ അടിച്ച് ചാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 വർഷം ദുബായിൽ കണ്ടിന്യൂസ് ലൂപ്പിൽ പോകുന്ന എല്ലാവർക്കും ഈ ഒരു ഫീൽ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർ നമ്മൾ പൈസ പോകുന്നൊന്നും നമ്മൾ നോക്കരുത്. നമ്മൾ ഹാപ്പിനെസ്സിന് മാത്രം പ്രയോറിറ്റി കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഉഷാറായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഹൃദയപൂർവ്വത്തിന് പോവാണ്. നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കണ്ടിട്ട് ബാക്കി കാര്യം പറയാം കേട്ടോ. സ്ക്രീൻ 3 മൂവി. അപ്പം നമ്മൾക്ക് മൂവി തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറാം. അങ്ങനെ ഫിലിം കണ്ട് ഞാൻ ഇറങ്ങി. സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്കൊരു ഓക്കെ മൂവിയുടെ അത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര നല്ലതാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഇതിലും കുറച്ച് ബെറ്റർ ആയിരുന്നു. അപ്പോൾ ആരെങ്കിലും ലോക കാണാണ്ട് ഹൃദയപൂർവ്വം കാണാൻ പോവുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. കാരണം ലോക അത്രയും വേറെ ലെവൽ മൂവിയാണ്. ആസ് എ ലാലേട്ടൻ ഫാനായിട്ട് പോലും ഞാൻ കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്തിരുന്നു. എനിക്കറിയില്ല, ഞാൻ ഒരുപാട് നല്ല റിവ്യൂസ് കണ്ടിട്ടാട്ടോ മൂവിക്ക് പോയത്. ബട്ട് സ്റ്റിൽ ഒരു നെർവസ് ഫീൽ. അയ്യോ, ഇത്രയൊക്കെ എടുത്തിട്ടൊക്കെ കാണേണ്ട പടം ഉണ്ടായിരുന്നോ എന്ന് തോന്നി. അത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. സോ ആരെങ്കിലും ലോക കാണാതെ നിങ്ങൾ ഇത് കാണരുത്. ലോക കണ്ടിട്ട് നിങ്ങൾ കണ്ടോളൂ. ലോക നെവർ മിസ് ചെയ്യാൻ പറ്റാത്തൊരു മൂവിയാണ്. വേറെ തന്നെ ലെവല്. എനിക്കിപ്പോൾ തോന്നുന്നു ഒന്നും കൂടി അത് ലോക കാണായിരുന്നു എന്ന്.